ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് സാറ് കണ്ട എന്തെങ്കിലും വ്യൂ പോയിന്റ് അല്ലെങ്കിൽ സാറ് എഴുതിയ എന്തെങ്കിലും വ്യൂ പോയിന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നിയിരുന്നോ? ഉണ്ട്. ഞാൻ പിന്നെ BJPയുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഇവാലുവേഷൻ 17 സീറ്റായിരുന്നു. ഓ ശരി. 17 സീറ്റ് 3 സീറ്റായി കുറഞ്ഞു. പ്രത്യക്ഷത്തിൽ 3 സീറ്റേ ഉള്ളെങ്കിലും 17 സീറ്റിൽ അവർ പിന്നെ ഒരു പ്രിഡോമിനൻ്റ് ഫാക്ടറാണെന്ന് ഇന്ന് അനാലിറ്റിക്കൽ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം 11 സ്ഥലത്ത് അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ട്. വോട്ട് ഷെയർ സെക്കൻഡ് പ്ലേസിൽ 11. ഈ 3 സീറ്റ് ജയിച്ചത് കൂടാതെ 11 സ്ഥലം 30 സീറ്റിൽ അവർ 30,000-ലേറെ വോട്ട് കിട്ടി. അത് കേരളത്തിൽ ആദ്യമാണ്. അപ്പോൾ ഈ 11ഉം ഈ 3ഉം കൂടെ കിട്ടിയെങ്കിൽ 14 സീറ്റാകുമായിരുന്നു. അതിൽ വരുന്ന ഒരു കാൽക്കുലേഷൻ, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. അവർക്ക് നല്ല ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ നിർത്താനില്ല. പിന്നെ 2020യുമായി അവരുണ്ടാക്കിയ അലയൻസ് ഫെയിലിയറായി. ശരിയാ. ഈ 2 കാര്യം 2020യുടെ പെർഫോമൻസ്, ഞാൻ ജീവിക്കുന്ന തൃപ്പൂണിത്തുറയിൽ 2020യുടെ സ്ഥാനാർത്ഥിയാണ് അല്ലേ. ആ കുട്ടിക്ക് അവിടെ പിന്നെ അഞ്ജലി നായർ 41,000 വോട്ട് കിട്ടി. അത് ആൾ ടൈം BJPയുടെ കൂടുതലാണ്. അതെ. അപ്പം ഞങ്ങളവിടെ തീർത്തും പരാജയമായിരുന്നു ആയിരുന്നില്ലേ. അതിൻ്റെ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കിയാൽ കാണാം BJPക്കാർക്കൊന്നും താല്പര്യമില്ല. അതെ അതെ അതെ, ഘടകകക്ഷികളായതുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി, ഒരു വെയിറ്റുള്ള സ്ഥാനാർത്ഥിയെ പബ്ലിക്കിൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരാളെ നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സീറ്റിൽ അവർക്ക് നല്ല ഒരു റിസൾട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതെ അതെ അതെ. അപ്പോൾ ആ തരം ഫാക്ടേഴ്സ് ഉണ്ട്.